തിരുവല്ലയിൽ കൂട്ടബലാത്സംഗത്തിന് കാരണമായത് കൊട്ടേഷനും ഗുണ്ടാപിരിവുമെന്ന് അതിജീവിതയായ സ്പാ ജീവനക്കാരിയുടെ ശബ്ദ സന്ദേശം. നേരിട്ടത് ക്രൂര പീഡനം. കഴുത്തിൽ കത്തിവെച്ചാണ് ബലാത്സംഗം ചെയ്തത്. ബലാത്സംഗത്തിൻ്റെ വീഡിയോ ഫോണിൽ മരണ സുബൈർ എന്ന പ്രതി ചിത്രീകരിച്ചുവെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. ഇതിപ്പോ തുടങ്ങിയിട്ട് 1 വർഷമായിട്ട് അവര് ക്രിസ്മസും വിഷുവിനും ഒക്കെ ഇവിടെ വരാറുള്ളതാ. സുബിന് അവർ ആദ്യം 30 ചോദിച്ചു, അത് കഴിഞ്ഞ് 50 ചോദിച്ചു. അപ്പൊ ഞങ്ങളെ 3 പേരുടെയും കയ്യിൽ നിന്ന് 50 ചോദിച്ചിട്ടാണ് ഞങ്ങൾ വന്നു പോകുന്നവരാ, ഒരു പൈസയും ഞങ്ങളുടെ കയ്യിൽ ഇല്ല, ഞങ്ങൾ 10,000 രൂപയായിട്ടാ വന്നു പോകുന്നതാന്ന് പറഞ്ഞ കൊട്ടേഷനാണ് സുബിൻ എന്നോട് പറഞ്ഞു. കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നതാ, ഞാൻ 2 വർഷം ജയിലിലായിരുന്നു, 2 വർഷമെന്നല്ല 2 ദിവസമേ അയാൾ ഇറങ്ങിയിട്ടെന്നു. എന്നെ ഭയങ്കര വേദനിപ്പിച്ചിട്ടുള്ള പീഡനമായിരുന്നു. കാരണം പീഡിപ്പിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല. അതുപോലെ വേദനയും മറ്റേ ഒരുപാട് ഗുളികകൾ വാങ്ങിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു നിമിഷം ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. അത്രയ്ക്ക് ഉപദ്രവിച്ച് അവൻ അവിടെ ചെയ്തത്. അത് അവിടെ വെറുതല്ല, അത് കൊട്ടേഷൻ കൊടുക്കുകയാണ്. കൊട്ടേഷൻ വെച്ചാൽ വേറെ സ്പാ ഉണ്ടല്ലോ, ഇവിടെ തിരുവല്ലയിൽ തന്നെ ഒരു ആൻസ്പാ എന്ന് പറഞ്ഞിട്ട് അവര് കൊട്ടേഷൻ കൊടുക്കുകയാണ്. അതായത് നല്ല നമ്മൾ മറ്റുള്ള പിരീഡ് വല്ലൊന്നല്ല. പിരീഡ് വന്നത് നമ്മളിപ്പം ഗുണ്ടാപിരിവെന്നൊക്കെ പിരിച്ചിട്ട് പോയപ്പോഴേ നമ്മുടെ തകർക്കാൻ വേണ്ടിട്ട് ആ കൊട്ടേഷൻ വന്നിട്ട് നമ്മൾ 2 മണിക്കൂർ നമ്മുടെ ഡോറ് വന്നിട്ട് ഡോറ് കളച്ച്. അല്ലാതെ നമ്മൾ ചുമ്മാ മറ്റുള്ള ഗുണ്ടാപിരിവിന്റെ സ്കീമല്ല. ഓക്കെ, ഈ കേസ് മാറ്റാൻ വേണ്ടിട്ട് ഈ തന്നേക്കുന്ന ടീമില്ലേ അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ രമേശ്, കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നടന്ന സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 2 പ്രധാനപ്പെട്ട ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഒന്ന് അതിജീവിതയുടെ ശബ്ദ സന്ദേശം, മറ്റൊന്ന് ആ സ്പാ സ്ഥാപനം നടത്തുന്ന ഉടമയുടെ ശബ്ദ സന്ദേശം. ഒരാൾ പറയുന്നു കൊട്ടേഷൻ സംഘമാണ് എന്ന് പറയുന്നു, മറ്റേ ഈ ഉടമ പറയുന്നത് തൻ്റെ സ്ഥാപനത്തെ തകർക്കാനുള്ളൊരു ശ്രമമാണ് എന്ന് പറയുന്നു. എന്തായാലും നടന്നത് ക്രൂരമായ സംഭവങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ഗോകുൽ രമേശ്? വിനോദ്, ഈ കേസിൽ വഴിത്തിരിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ പറഞ്ഞതുപോലെ 2 പ്രധാനപ്പെട്ട ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലൊന്ന് ഈ കേസിൽ ഇരയായിട്ടുള്ള അതിജീവിതയുടേതാണ്. അതിജീവിത പറയുന്നത് ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനമാണ് ഈ ഗുണ്ടകളിൽ നിന്നും തനിക്ക് നേരിടേണ്ടതായിട്ട് വന്നത്. ഗുണ്ടകൾ ഈ സ്ഥാപനത്തിലെത്തി 50,000 രൂപ ഗുണ്ടാപിരിവ് ചോദിച്ചു. അത് നൽകില്ല എന്ന് വന്നതോടു കൂടിയിട്ടാണ് തന്നെ ഭീഷണിപ്പെടുത്തുകയും കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ക്രൂരമായിട്ട് ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഈ അതിജീവിത പറയുന്നത്. അതുമാത്രമല്ല, ആ സമയത്ത് അവിടെ ആ സ്ഥാപനത്തിലൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു. ആ സ്പായിൽ ആ കസ്റ്റമർക്കൊപ്പം തന്നെയും കിടത്തിക്കൊണ്ട് 2 പേരെയും നഗ്നരാക്കിക്കൊണ്ട് 2 പേരുടെയും വീഡിയോ ഈ സുബിൻ ചിത്രീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തു. ഒപ്പം തനിക്ക് ഉന്നത സ്വാധീനമുണ്ടെന്നും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നും അടക്കം ഭീഷണിപ്പെടുത്തുകയും ഒക്കെ തന്നെ ഈ മരണം സുബിൻ എന്ന് പറയുന്ന സുബിൻ്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകയും ഈ കൊട്ടേഷനിൽ അല്ലെങ്കിൽ ഇതിൽ ഒത്താശയുണ്ട് എന്നുള്ള കാര്യവും ഈ അതിജീവിത ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥാപനം നടത്തുന്ന ഉടമയുടെ ഒരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നിരിക്കുന്നത്. അയാൾ പറയുന്നത് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള വ്യവസായിയാണ്. അയാൾ പറയുന്നത് ഇത് തൻ്റെ സ്ഥാപനത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. തൻ്റെ എതിരാളികളായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ, വ്യവസായികൾ ഈ തൻ്റെ സ്ഥാപനത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഈ മരണം സുബിൻ അടക്കമുള്ള ഗുണ്ടകൾക്ക് കൊട്ടേഷൻ നൽകിയതാണ് ഈ സംഭവമെന്നും അത് ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ടുണ്ടായതല്ല എന്നുമാണ് ഈ സ്ഥാപന ഉടമയുടെ ശബ്ദ സന്ദേശത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ 2 ശബ്ദ സന്ദേശങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് പോലീസിനെതിരായിട്ടും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവം, പട്ടാപ്പകൽ ഗുണ്ടകൾ ഒരു സ്ഥാപനത്തിൽ കടന്നു ചെന്ന് ഒരു ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് അത് വീഡിയോ അടക്കം ചിത്രീകരിക്കുകയും ചെയ്ത സംഭവം ഗുരുതരമായിട്ടുള്ള വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ സംഭവത്തിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പോലീസിൻ്റെ ശ്രദ്ധക്കുറവും കൃത്യവിലോപവുമാണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ള ആരോപണവും പോലീസിനെതിരായിട്ട് ഇപ്പോൾ ശക്തമായിട്ട് ഉയരുന്നുണ്ട്. അത് മാത്രമല്ല, തിരുവല്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രീതിയിൽ അനധികൃതമായിട്ട് നടക്കുന്ന സ്പാകൾ അത് പോലീസിൻ്റെ ഒത്താശയോട് കൂടിയിട്ടാണ് നടക്കുന്നത് എന്നുള്ളൊരു ആരോപണവും ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്നു. പോലീസിലെ പല ഉദ്യോഗസ്ഥരും ഈ സ്പാകളിലെ സന്ദർശകരാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണവും പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. മാത്രമല്ല, ഗുണ്ടാപിരിവ് പോലെ പോലീസും ഈ തരത്തിൽ മാസപ്പടി അടക്കം ഈ സ്പാകളിൽ നിന്നും ചില ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സംഭവങ്ങളിൽ പോലീസിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ ഒരു ആഭ്യന്തര അന്വേഷണത്തിന് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള നടപടികളിലേക്ക് കൂടി കടക്കുകയും ചെയ്തിട്ടുണ്ട്. വിനോദ്.
വളരെ നിർണായകമായ വഴിത്തിരിവാണ് തിരുവല്ലയിലെ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തിരുവല്ലയിൽ കൂട്ടബലാത്സംഗത്തിന് കാരണമായത് കൊട്ടേഷനും ഗുണ്ടാ പിരിവുമെന്ന് അതിജീവിത പറയുന്നതിൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നു. എന്നാൽ തൻ്റെ സ്ഥാപനം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിൻ്റെ പിന്നിലെന്ന് സ്പാ ഉടമയും പറയുന്നു. പോലീസും ഈ സ്ഥാപനങ്ങളും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.